എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിവിടെ സ്പെഷ്യലൊന്നുമില്ല. എൻ്റെ സ്പെഷ്യൽ എപ്പോഴും ഇരട്ടില്ലേ, തൈര്, ചമ്മന്തി, ഉണക്കമീൻ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ദിവസങ്ങളാണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചമ്മന്തിയും തൈരും ഒക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ വീട്ടിൽ വെച്ച ചോറല്ല, ഉമ്മ എനിക്ക് കൊടുത്തു വിട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ഇന്നലെ ഒരു വയറുവേദനയൊക്കെ ആയി, രാവിലെ വലിയ പാടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് പാട്ടൊന്നും കേൾക്കണ്ട, ഞങ്ങളുടെ അക്കരവിള അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി മെലഡി പാട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉമ്മയെ വിളിച്ച് പറഞ്ഞപ്പോൾ ഉമ്മയ്ക്ക് ചോറ്, ചമ്മന്തി, ഇച്ചിരി പാവയ്ക്കാത്തോരന്, പിന്നെ മാങ്ങാച്ചാറ്, അതൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ. അപ്പം എനിക്ക് ഉമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ. അപ്പം ഉമ്മ കഴിച്ചാലോ? നിങ്ങൾ കഴിച്ചോ? എനിക്ക് തൈരെന്ന് പറഞ്ഞാലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ചോറുണ്ട്, മാങ്ങാച്ചാറ്, പുളിക്കറി, ചമ്മന്തി, പാവയ്ക്കാത്തോരൻ, പിന്നെ ഇവിടെ ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അതോടെ എടുത്ത് 2 പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വയറുവേദനയാണ്, പുളിക്കറിയൊക്കെ എനിക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല വയറുവേദനയാണേ. അപ്പോൾ ഒരുപാട് ചോറൊന്നുമില്ല കേട്ടോ. എനിക്ക് ഈ പാത്രം കണ്ടപ്പോൾ ഒരു നൊസ്റ്റ് പിടിച്ചു. ഞങ്ങൾ 3 പേർക്ക്, എൻ്റെ 2 ഇക്കാമാർക്കും എനിക്കും പണ്ട് ഉമ്മ എപ്പോഴും ഇങ്ങനത്തെ 3 പാത്രങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുപോലെ ഇങ്ങനെ ആഹാരം തരുമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ സല്ലൂന് വാങ്ങിച്ചു വെച്ചാൽ അവന് വലിയ പ്രിയമല്ല. അപ്പം ഇന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റ് പിടിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് ഉമ്മ കൊടുത്തുവിട്ട ഫുഡല്ലേ, ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചേ. പിന്നെ ഇതിനകത്ത് മാങ്ങാച്ചാറൊന്നും ഞാൻ തൊടുന്നില്ല, കാരണം നല്ല വയറുവേദനയായിരുന്നു. മാങ്ങാച്ചാറൊന്നും തൊടുന്നില്ല. പാവയ്ക്കാത്തോരൻ സൂപ്പറാണ് കേട്ടോ. ഞാനൊന്ന് ലാവിഷായിട്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. തൈരൊക്കെ ഒഴിച്ച് ചമ്മന്തിയൊക്കെ ആക്കിയിട്ട്, ചിക്കൻ ഫ്രൈ അങ്ങനെ വേണമെന്നൊന്നുമില്ല, ഇത്ര മാത്രം മതി. ഉണക്കമീൻ തീർന്നു പോയി, അല്ലെങ്കിൽ ഉണക്കമീനും കൂടെ കണ്ടായിരുന്നു. അപ്പം എല്ലാവരും പോയി ഫുഡ് കഴിക്കും. ഓക്കെ, ബൈ.